CPM ജനറൽ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു. CPM കാവശ്ശേരി ലോക്കൽ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യം കണ്ട മികച്ച നേതാക്കളിൽ ഒരാളാണ് യെച്ചൂരിയെന്ന് ഉദ്ഘാടകൻ KD പ്രസന്നൻ MLA അഭിപ്രായപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ആണവ റിയാക്ടർ ഇറക്കുമതി ചെയ്തിട്ടാണ് ഈ ആണവ നയത്തിൽ മാറ്റം വരുത്തി ഊർജ്ജമുണ്ടാക്കാൻ പുതിയ യന്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ തീരുമാനിച്ചപ്പോൾ ആണവ റിയാക്ടർ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം, അതല്ലാതെ രാജ്യത്തിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര പൈസ കൊണ്ടുവരില്ല. ഇറക്കുമതി നടത്തിയാൽ 2,40,000 കോടി രൂപ അധികമായി ചെലവഴിക്കേണ്ടി വരും. ആ 2,40,000 കോടി രൂപ ഉണ്ടെങ്കിൽ 2.5 ലക്ഷം നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയും. ആ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന +2 വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി കഴിയും. 20,000-ഓളം ഹൈടെക് ആശുപത്രികൾ എയിംസ് നിലവാരത്തിലുള്ള ദേശീയ നിലവാരത്തിലുള്ള വലിയ മെഡിക്കൽ കോളേജുകളാണ്. കേരളത്തിൽ ഇപ്പോഴും എയിംസ് നമുക്ക് അനുവദിച്ചിട്ടില്ല. എയിംസ് നിലവാരത്തിലുള്ള 20,000 ആശുപത്രികൾ സ്ഥാപിക്കാനുള്ള പണം ഇതിൽ കണ്ടെത്താൻ വേണ്ടി കഴിയും എന്നാണ് യെച്ചൂരിയുടെ പ്രസംഗം. അങ്ങനെ കൃത്യമായ പഠനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഓരോ പ്രസംഗവും നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അറിവും പഠനവുമെല്ലാം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ കഴിയുന്ന രൂപത്തിൽ അവരുടെ ജീവിത പ്രശ്നവുമായി കോർത്തിണക്കിക്കൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കാറുള്ളത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രജനീഷ് അധ്യക്ഷത വഹിച്ചു. AV ബാബു, രമേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു.